ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മ കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത്തും കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം ഡൗൺ ആണ്. ടെസ്റ്റിൽ കളിക്കണമെങ്കിൽ സീനിയർ താരങ്ങൾ ആവശ്യമാണ്. രോഹിത്തും കോഹ്ലിക്കും ഇനിയും ഒരുപാട് കാലം ടെസ്റ്റിൽ കളിക്കാൻ സാധിച്ചേനെ, പക്ഷേ അവർ നേരത്തെ തന്നെ വിരമിച്ചു. ഇപ്പോഴിതാ രണ്ടുപേരെയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. BCCI ഇവരോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവർക്കിനിയും കുറച്ചു കാലം കൂടി ടെസ്റ്റിൽ കളിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എന്ന നിലയ്ക്ക് അവരെ തിരിച്ചു വിളിക്കാനാണ് പദ്ധതി. രോഹിത്തും കോഹ്ലിയും വിരമിക്കൽ പിൻവലിച്ചാൽ വീണ്ടും ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കും. ഒരുപാട് കളിക്കാരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വിരമിച്ച് കഴിഞ്ഞ് അത് പിൻവലിച്ചാൽ ഏത് ടീമിൽ വേണമെങ്കിലും കളിക്കാം. രോഹിത്തും കോഹ്ലിയും T20യിൽ നിന്നും ടെസ്റ്റിൽ നിന്നും നേരത്തെ വിരമിച്ചതാണ്. ഏകദിനത്തിൽ മാത്രമേ ഇവർ കളിക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ വീണ്ടും ടെസ്റ്റിലേക്ക് തിരിച്ചു വരികയാണ്. ഇവരുടെ വരവിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ സംസാര വിഷയം സഞ്ജു ആണ്. അടുത്ത IPL സഞ്ജു ഏത് ടീമിലേക്ക് പോകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജു സ്വയം തന്നെ റിലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം സഞ്ജു രാജസ്ഥാനിൽ ഉണ്ടാകില്ലെന്നത് 100% ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ സഞ്ജു ഏത് ടീമിലേക്ക് പോകുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോഴിതാ സഞ്ജുവിന് വേണ്ടി സാക്ഷാൽ മുംബൈ ഇന്ത്യൻസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇഷാൻ കിഷൻ പോയപ്പോൾ മുംബൈക്ക് ഒരു ഇന്ത്യൻ കീപ്പറെ ആവശ്യമുണ്ടായിരുന്നു. സഞ്ജു അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല. ഇപ്പോൾ രാജസ്ഥാൻ സഞ്ജുവിനെ റിലീസാക്കിയപ്പോൾ സഞ്ജുവിന് വേണ്ടി മുംബൈ ഇന്ത്യൻസും രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപ് ഹാർദിക് പാണ്ഡ്യയെ വലിയ ട്രേഡ് കൊടുത്താണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. അവർക്ക് ആവശ്യമായ താരങ്ങളെ അവർ എത്ര കോടി കൊടുത്താലും സ്വന്തമാക്കും. ഒരുപക്ഷെ സഞ്ജുവിന് റെക്കോർഡ് തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജുവിനെ ട്രേഡിങ്ങിലൂടെ സ്വന്തമാക്കാനാണ് മുംബൈയുടെ പദ്ധതി. അല്ലെങ്കിൽ പിന്നെ ലേലത്തിലായിരിക്കും സഞ്ജു മുംബൈയിലേക്ക് എത്തുന്നത്. സഞ്ജു മുംബൈ ഇന്ത്യൻസിലെത്തിയാൽ അത് സഞ്ജുവിന് നേട്ടമാണ്. രോഹിത്ത് മുംബൈയിലുണ്ട്, അത് സഞ്ജുവിന് സപ്പോർട്ടാണ്. അതുമാത്രമല്ല ഒരുപാട് മുൻനിര താരങ്ങൾ മുംബൈ ടീമിലുണ്ട്. അപ്പോൾ സഞ്ജു അടുത്ത പ്രാവശ്യം ഏത് IPL ടീമിലായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.